ഏകദേശം 40 കോടി ജനങ്ങൾ പങ്കെടുക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ റിലീജിയസ് ഗ്യാതറിംഗ് ആയ മഹാകുംഭമേള ജാനുവരി 13 പ്രയാഗ്രാജിൽ തുടങ്ങുകയാണ്. ഇതിന്റെ ഏകദേശം A to Z കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. ഭാരതത്തിലെ 4 പുണ്യസ്ഥലങ്ങളായ ഹരിദ്വാർ, പ്രയാഗ്രാജ്, ഉജ്ജയിൻ, നാഷിക് എന്നിവിടങ്ങളിൽ 4 വർഷങ്ങൾ കൂടുമ്പോഴാണ് ഒരു കുംഭമേള നടക്കുന്നത്. ഓരോ 12 വർഷം കൂടുമ്പോഴും അതൊരു പൂർണ്ണ കുംഭമേള അഥവാ മഹാകുംഭമേളയാകും. ഈ സമയത്ത് ഇവിടെ സ്നാനം ചെയ്യാൻ ലോകമെമ്പാടുമുള്ള മനുഷ്യരും നാഗസന്യാസിമാരും എത്താറുണ്ട്. ജനുവരി 13 തുടങ്ങി ഫെബ്രുവരി 26 അവസാനിക്കുന്ന കുംഭമേളയിലെ പ്രധാനപ്പെട്ട സ്നാന ദിവസങ്ങൾ ഇതൊക്കെയാണ്. അതിഭീകരമായ തിരക്കൊഴിവാക്കാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ പറയുന്ന ദിവസങ്ങളിൽ പോകാതിരിക്കുന്നതാണ് നല്ലത്. നിങ്ങളുടെ കയ്യിൽ അത്യാവശ്യം വേണ്ട ഒരു ആപ്പാണ് UP സർക്കാരിന്റെ മഹാകുംഭമേള ആപ്പ്. ഇതിൽ കുംഭമേളയുടെ എല്ലാ ലൈവ് അപ്ഡേറ്റ്സും വന്നുകൊണ്ടിരിക്കും. ത്രിവേണി സംഗമത്തിന്റെ തീരത്ത് ഏകദേശം 600 ടെന്റുകളാണ് സർക്കാർ ഒരുക്കിയിരിക്കുന്നത്. പക്ഷെ ഇതിന്റെ ഓരോന്നിന്റെയും വില കേട്ടാൽ നമ്മുടെ കണ്ണു തള്ളിപ്പോകും. നമുക്കൊരു പ്രൈവറ്റ് റൂം വേണമെങ്കിൽ 12,000 രൂപ മിനിമം കൊടുക്കണം. ഷെയർഡ് ടോയ്ലറ്റും ബെഡും ഉള്ള ഡോർമെട്രിക്ക് വരെ 1,500 രൂപയാണ്. സർക്കാരിന്റെ അവസ്ഥ ഇതാണെങ്കിൽ പ്രൈവറ്റ് ഊഹിക്കാലോ. അതുകൊണ്ട് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയുന്ന ഐഡിയ കേരളത്തിൽ നിന്ന് നേരെ വാരാണസിക്ക് ആദ്യം വിടുക. അവിടെ സ്റ്റേ തുച്ഛമായ നിരക്കിൽ ബുക്ക് ചെയ്ത് രാവിലത്തെ വന്ദേ ഭാരതിന് 6 മണിക്ക് പ്രയാഗ്രാജിൽ വിടുക. 1.5 മണിക്കൂറിൽ നിങ്ങൾ അവിടെ എത്തും. ഫുൾ ഡേ കുംഭമേള നടന്നു കണ്ടിട്ട് രാത്രി ബസ്സിലോ ട്രെയിനിലോ വാരാണസിക്ക് റിട്ടേൺ. ശുഭം.